നമ്മുടെ വിജയിയുടെ ജനനായകൻ എന്ന് പറയുന്ന പടം ഈ പറയുന്ന 9-ാം തീയതി ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷെ ചില പല സാങ്കേതിക കാരണങ്ങളാൽ ഈ പടത്തിന്റെ റിലീസ് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നു. ഈ റീസൺ എന്ന് പറഞ്ഞാൽ ഇത്രയും നാള് അയാൾ ഒരു നല്ല നടൻ വിജയ് പി 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ പുള്ളിക്കാരൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോ അവൻ അഴുക്ക ചെറുക്കനാണവൻ. നമ്മുടെ ഇല്ല പുള്ളി പറയുന്നില്ല, അഴുക്ക ചെറുക്കനാണവൻ, ഒരു പറഞ്ഞ ഒന്നും കൊള്ളൂല എന്ന് പറയുകയും പുള്ളിക്കാരന്റെ പടത്തിനെതിരെ അതിഭീകരമായിട്ടുള്ള അറ്റാക്ക് വരികയും വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഈ വിജയുടെ പടം ഇങ്ങനെ പോസ്റ്റ്പോണ്ടായി പോയപ്പോഴത്തേനും പൊതുവെ പറയപ്പെടുന്നത് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പാണെന്നാണ്. അത് നമുക്ക് വാർത്ത കണ്ടിട്ട് ഈ രാഷ്ട്രീയമായ മുതലെടുപ്പ് പറഞ്ഞുതരാം. ജനനായകൻ ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് ഇപ്പോൾ വിട്ടിട്ടുണ്ട്. സെൻസർ ബോർഡ് ചെയർമാനാണ് ഇപ്പോൾ RCക്ക് വിട്ടത്. ഒരു ബോർഡ് അംഗം അധ്യക്ഷനായി RC രൂപീകരിക്കണം. സമിതിയിൽ കുറഞ്ഞത് 9 പേർ വേണം. ജോബി ജോർജ് വിവരങ്ങൾ നൽകും. ജോബി പറഞ്ഞോളൂ. സമിതിക്ക് വിട്ടിട്ടുണ്ട്. സമിതിയിൽ 9 പേര് വേണം. 5 പേരുള്ള സമിതിയാണ് നിലവിൽ ഈ പടത്തിന്റെ സെൻസർ ബോർഡിൽ നിന്ന് ചെയ്ത്. അതിൽ എല്ലാം ഞാൻ വരാം, ഈ വാർത്ത അതിലൊക്കെ ഞാൻ വരാം. അപ്പൊ 5 പേരുള്ള സമിതിയാണ് നോക്കിയത്. ഇനി ഇപ്പൊ ഇത് വേറെ കമ്മിറ്റിക്ക് പോയി അവരത് ചെയ്യണമെങ്കിൽ 9 പേരുള്ള ആൾക്കാർ കൂട്ടം ചേർന്ന് ഇരുന്നിട്ട് വേണം ഈ പടം റിവ്യൂ ചെയ്തിട്ട് വേണം ഇത് പറയാൻ. അന്നേരം ഒരു പ്രശ്നം എനിക്ക് വരാനുള്ള സാധ്യത ഉണ്ട്, അത് ഞാൻ പറയാം. വിജയുടെ പൊങ്കൽ ചിത്രമായ ജനനായകൻ ജനുവരി 9-നാണ് റിലീസ് ചെയ്യേണ്ടത്. ഈ ചിത്രത്തിന്റെ റിലീസിന് 3 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴും ഇപ്പോഴും സെൻസർ ബോർഡിന്റെ അനുമതി നൽകിയിരുന്നില്ല. ഡിസംബർ 19-ന് സെൻസർ ബോർഡ് ചിത്രം കണ്ടതാണ്. വയലൻസ് കൂടുതലാണ് എന്ന് പറഞ്ഞ് 10-ലേറെ ഇടങ്ങളിൽ കട്ട് നിർദ്ദേശിച്ചു. അതനുസരിച്ച് പുതിയ പതിപ്പ് നിർമ്മാതാക്കൾ നൽകുകയും ചെയ്തു. എന്നിട്ടും അനുമതി വൈകുന്നത് സംശയകരമാണ് എന്ന് TVKയും ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസും രാവിലെ പറയുകയും ചെയ്തു. അതിന് പിന്നാലെ ഇന്ന് മദ്രാസ് ഹൈക്കോടതിയിൽ നിർമ്മാതാക്കൾ ഒരു റിട്ട് ഹർജി നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നത്. അതായത് സെൻസർ ബോർഡിന്റെ റിവൈസിംഗ് കമ്മിറ്റിക്ക് ഇന്നലെ രാത്രിയിൽ ഈ ചിത്രം ഇപ്പോൾ പരിഗണനയ്ക്ക് വേണ്ടി ചെയർമാൻ വിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ താഴെയുള്ള എക്സാമിനിങ് കമ്മിറ്റിക്ക് അഭിപ്രായ വ്യത്യാസമോ മറ്റോ ഉണ്ടെങ്കിൽ അത് റിവൈസിംഗ് കമ്മിറ്റിയുടെ പരിഗണനയിലേക്കാണ് പോകുന്നത്. 10 അംഗങ്ങളാണ് നിലവിൽ നമ്മൾ സൈറ്റ് പരിശോധിക്കുമ്പോൾ ബോർഡ് അംഗങ്ങളായി ഉള്ളത്. അതിൽ ഒരു ബോർഡ് അംഗം അധ്യക്ഷനായി ഒരു 9 മുതൽ 11 വരെ അംഗങ്ങളുള്ള ഒരു സമിതിയുടെ പരിഗണനയിലേക്ക് ഈ ചിത്രം പോവുകയാണ് ഇനി ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ വിജയുടെ ഫെയർവെൽ സിനിമയാണ്. വിജയുടെ ലാസ്റ്റ് സിനിമയാണ്. വിജയ് ഇനി അഭിനയ ലോകത്തേക്കില്ല, ഞാൻ മറ്റേ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണെന്നാണ് വിജയ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് വിജയുടെ ലാസ്റ്റ് സിനിമ എന്ന് പറഞ്ഞാൽ ഹിറ്റ് സിനിമ ആയിരിക്കണം. ഹിറ്റ് സിനിമ ആയിരിക്കാൻ വേണ്ടി മറ്റൊരു ലാംഗ്വേജിൽ ഹിറ്റ് ആയ ഒരു പടത്തിന്റെ റീമേക്ക് ആണ് ഈ പടം എന്നാണ് ട്രെയിലർ കണ്ടിടത്തോളം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അതിനകത്ത് വിജയുടേതായ ചില പൊടിക്കൈകളൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ നോർമലി ഒരു പടം ഇറങ്ങുന്നതിന് മുമ്പ് ഇത് സെൻസർ ബോർഡിന് കൊടുക്കണം. അപ്പൊ ഇവർ കൊടുക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, ഇവർക്കാണ് ഈ സിനിമ റിവ്യൂ ചെയ്യാൻ കൊടുക്കുന്നത്. ഇവരിത് റിവ്യൂ ചെയ്തിട്ട് ഇവിടെ ഈ പ്രശ്നമുണ്ട്, അവിടെ പ്രശ്നമുണ്ട്, ഇത് കട്ട് ചെയ്ത് ദൂരകള, അവിടെ പ്രശ്നമുണ്ട്, ഈ ഡയലോഗ് തൂക്കി ദൂരകള എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ദാനം കൊടുക്കും. ഇവര് വീണ്ടും ചെയ്തിട്ട് വീണ്ടും തിരിച്ചു കൊടുക്കണം. ഇതിനൊക്കെ ഈ സിനിമ പ്രൊഡ്യൂസർ പൈസയും കൊടുക്കണം. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് ഇത് കണ്ടതിന് ശേഷം ഇത് ഓക്കെ ആണെങ്കിൽ ഇവര് സർട്ടിഫൈ ചെയ്യും. സർട്ടിഫൈ ചെയ്യുമ്പോൾ ഒന്നുകിൽ A സർട്ടിഫിക്കറ്റ് കൊടുക്കും, അഡൽട്സ് ഓൺലി സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ U സർട്ടിഫിക്കറ്റ് കൊടുക്കും, അല്ലെങ്കിൽ Aയും Uയും ചേർത്ത് കൊടുക്കും. ഇതാണ് ബേസിക് സംഭവമായിട്ട് ഇതിന്റെ സർട്ടിഫിക്കേഷൻ പരിപാടിയിൽ പോകുന്നത്. അപ്പോ ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ 5 പേരുള്ള ഒരു സമിതിക്ക് ഈ വിജയുടെ ജനനായകൻ എന്ന് പറഞ്ഞ സിനിമ ഡിസംബർ 18-ന് റിവ്യൂ ചെയ്യാൻ കൊടുത്തു. അപ്പൊ നമ്മുടെ ട്രെയിനിലൊക്കെ തൽക്കാലം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നമുക്ക് പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുള്ള സെറ്റപ്പ്. അതേപോലെ പെട്ടെന്ന് ഇത് കിട്ടാനായിട്ട് കാശ് കൂടുതൽ കൊടുത്തിട്ടാണ് ഇവർ ഈ സാധനം ഡിസംബർ 18-ന് കൊടുത്തത്. എന്താ, ജനുവരി 9-ന് ഈ പടം റിലീസ് ചെയ്യണം. കോടികൾ ഈ പടത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഹോളിഡേ ആയിട്ടാണ് ഇവർ കാണുന്നത്. വിജയുടെ ലാസ്റ്റ് സിനിമയാണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നല്ലോണം കളക്ഷൻ വരാൻ സാധ്യതയുള്ള ഒരു പടമാണ്. അപ്പൊ ഈ ബോർഡിന് കൊടുക്കുകയും ഈ ബോർഡ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, സെൻട്രൽ നമ്മുടെ മറ്റേ സുരേഷ് ഗോപിയുടെ പടത്തിന് വന്ന അതേ പണിയാണ് ഈ പടത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പോ ഇവര് 5 പേരുള്ള ഒരു ടീം സർട്ടിഫൈ ചെയ്തിട്ട് 26-ാം തീയതി, അതായത് ഡിസംബർ 26-ാം തീയതി, 18-ാം തീയതി ഇവര് ചെക്ക് ചെയ്യുന്നു. ഡിസംബർ 26-ാം തീയതി നിങ്ങൾക്ക് AU സർട്ടിഫിക്കറ്റ് തരുമെന്ന് വാക്കാൽ പറയുന്നു. ശേഷം കിട്ടുന്നില്ല. ഇപ്പോ 10-20 ദിവസമായിട്ടും കിട്ടുന്നില്ല. 9-ാം തീയതി ഈ പടത്തിന്റെ റിലീസാണ്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് ഈ പടത്തിന്റെ റിലീസിനുള്ള സർട്ടിഫിക്കേഷൻ കിട്ടാത്തത്. മറ്റ് രാജ്യങ്ങളിലൊക്കെ കിട്ടും. അപ്പൊ മറ്റ് രാജ്യങ്ങൾ ഈ സർട്ടിഫിക്കേഷൻ ഇല്ലാതെ ഇന്ത്യയിൽ പടം ഓടിക്കാൻ പറ്റില്ല. അപ്പൊ പടം ഓടിക്കാൻ തിയേറ്ററിൽ ഇറക്കാൻ പറ്റില്ല. മറ്റ് ഭാഷകളിൽ ഈ പടം ഇറക്കാൻ പറ്റില്ല, മറ്റ് രാജ്യങ്ങളിൽ. കാരണം അവിടെയൊക്കെ സംഭവം പടം ഓക്കെയാണ്, സർട്ടിഫൈഡ് ആണ്.
അവിടെ പടം ഇറക്കി കഴിഞ്ഞാൽ അതിന്റെ പൈറേറ്റഡ് കോപ്പി ഇവിടെ വരും. ഇനി ഈ പടം ഇവിടുന്ന് പോകത്തില്ല. വിജയുടെ ലാസ്റ്റ് പടമാണ്. ഭയങ്കര കോടികളുടെ റവന്യൂ വരെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പടമാണ്. അപ്പോ ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവര് വാദിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ പടത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഈ പടത്തിനെതിരെ കംപ്ലൈന്റ് വന്നു. ഈ കംപ്ലൈന്റ് വന്നതെന്നാണ് ഇവര് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതെന്നാണ് ഈ സമിതി പറയുന്നത്. അപ്പൊ അതിന്റെ പ്രൊഡ്യൂസറിന്റെ സൈഡിൽ നിന്ന് വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ പടം കണ്ടിട്ടുള്ളത് പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഞാൻ, ഡയറക്ടർ ആയിട്ടുള്ള ദിവൻ, ആക്ടർ ആയിട്ടുള്ള ധവൻ, പിന്നെ ഞങ്ങൾ ഇത് ഗവൺമെന്റിന് കൊടുത്തു ഇത് സർട്ടിഫൈ ചെയ്യാനായിട്ട്. നിങ്ങൾ 5 പേര് ഇതിനകത്ത് എങ്ങനെയാണ് ഇത് പുറത്തുനിന്ന് ഗവൺമെന്റിന് കൊടുത്തൊരു പടത്തിൽ എങ്ങനെയാണ് പുറത്തുനിന്നൊരു കംപ്ലൈന്റ് വരുന്നത് എന്നൊരു വാദം ഇവര് ചോദിച്ചു. അപ്പൊ അതിനവര് മറുപടി കൊടുത്തത് ഈ 5 പേരിൽ ഒരാളാണ് ഈ നമ്മുടെ കംപ്ലൈന്റ് വന്നത്. ഇതാണ് സംഭവം. അപ്പൊ ഈ 5 പേരിൽ ഒരാൾ ഈ പടത്തിനെ കുറിച്ച് കംപ്ലൈന്റ് കൊടുത്തു. എന്തിനാണ് കംപ്ലൈന്റ്? അതായത് നമ്മുടെ ഡിഫൻസ് സിസ്റ്റമായിട്ട്, നമ്മുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം ലോഗോസ്, അവരുടെ കുറച്ച് സിമ്പിൾസ് ഈ പടത്തിലേക്ക് കാണിക്കുന്നുണ്ട്. എന്നാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്ത് അങ്ങനെയല്ല. അതുകൊണ്ട് അത് കംപ്ലൈന്റ് ആക്കി ഈ പടത്തിന്റെ ലിസ്റ്റ് മാറ്റി വെച്ചു. ഇതിനകത്ത് ബേസിക്കലി 5 പേര്, അതിപ്പോ നമ്മൾ കേട്ടല്ലോ 9 പേരുള്ള സമിതിക്ക് ഇത് വിടുന്നു. ഈ 5-9 പേരെന്നൊക്കെ പറയുന്നത് നമ്മൾ നോർമലി നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലാസ്സിലൊക്കെ പറയാം, ഇവൻ ലീഡർ ആവണമെന്നുള്ളൊരു കൈവെക്ക്, ഞാൻ പൊക്കി. ഇത് അവൻ ലീഡർ ആവണമെന്നുള്ളൊരു കൈവെക്ക്, അവന്മാരെല്ലാം പൊക്കി. അവൻ ലീഡർ ആണെന്നുള്ള ഒരു 10 പേരും ഇവൻ ലീഡർ ആണെന്നുള്ള ഒരു 8 പേരും കൈവെക്കും. സോ 10 പേരുള്ളത്. ഇതാണ് നമ്മൾ ഇവിടെ എടുക്കുന്ന സിമ്പിൾ മെജോറിറ്റി ടെക്നിക്ക്. നമ്മുടെ നിയമസഭയിൽ ഉൾപ്പെടെ ഈ സാധനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 4 പേർക്ക് പ്രശ്നമില്ല, ഒരാൾക്കാണ് പ്രശ്നം. ഈ ഒരാളുടെ പേരും പറഞ്ഞുകൊണ്ടാണ് ഈ പടം ഇതുപോലെ പോസ്റ്റ്പോണ്ടായി പൊക്കൊണ്ടിരിക്കുന്നത്. ഇത് സെൻട്രൽ ഫിലിം സർട്ടിഫിക്കേഷന്റെ സൈഡിൽ നിന്ന് വന്നൊരു പ്രശ്നം. ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിജയുടെ പടം 9-ാം തീയതി ഇറങ്ങുന്നു. 9-ാം തീയതി ഇറങ്ങി ഈ പടം അടിച്ച് കസറും, നോ ഡൗട്ട്സ് ഈ പടം താറുമാറാക്കും. അങ്ങനെ സമയത്ത് മറ്റൊരു പടം തമിഴ്നാട്ടിൽ തന്നെ ഓടേണ്ട മറ്റൊരു സിനിമ 15-ാം തീയതി റിലീസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ 15-ാം തീയതി 14-ാം തീയതി അതായത് വിജയുടെ പടം ഇറങ്ങിയിട്ട് ഏകദേശം 4-5 ദിവസം കഴിയുമ്പോഴായിരിക്കും മറ്റേ പടം റിലീസ് ആവും. ആ പടത്തിന് പൊതുവെ നമ്മൾ പടം പോസ്റ്റ്പോണ്ട് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്, അതായത് പുറകിലോട്ട് മാറ്റി വെക്കും. പക്ഷെ ഇവിടെ സംബന്ധിച്ചത് പടം പ്രീപോണ്ട് ചെയ്തു, മുന്നോട്ട് മാറ്റി വെച്ചു. വിജയുടെ പടം 9-ാം തീയതി ഇറങ്ങുന്നു, ഈ പടം 10-ാം തീയതി ഇറങ്ങുന്നു. ഇവർ തമ്മിൽ കോമ്പീറ്റ് ചെയ്യുന്നു. പകുതിക്ക് പകുതി തിയേറ്റർ സ്പ്രെഡ് ആവണം. അതായത് വിജയുടെ പടം ഒരു 3000 തിയേറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ 1500 ടിക്കറ്റ് സീറ്റിൽ അവൻ കൊണ്ടുപോകും. ഇതാണ് സംഭവിക്കുന്നത്. ഇത് സ്റ്റേറ്റിന്റെ സൈഡിൽ നിന്ന് ഒത്തിരി പണി എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ. ഇതിപ്പോ 9-ാം തീയതി എന്തായാലും ഈ പടത്തിന്റെ റിലീസ് നടക്കത്തില്ല. ഈ പടം പോസ്റ്റ്പോണ്ട് ചെയ്തു എന്ന് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. കാരണം വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. മറ്റു രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പൈറേറ്റഡ് കോപ്പി ഇവിടെ വരും, നമ്മൾ ഇതിന് പ്രിന്റഡ് കോപ്പി കാണും. പടം തീർന്നു, പടം താറുമാർ. അതുകൊണ്ട് അവിടെ റിലീസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ റിലീസ് ചെയ്യാൻ പറ്റില്ല. നല്ലതാണ്. ഇപ്പോ സിനിമയിലും രാഷ്ട്രീയം കൊണ്ടിരുന്നു, എല്ലായിടത്തും രാഷ്ട്രീയം പൂണ്ട് വിളയാടത്തെ. 30 വർഷം നല്ല രീതിയിൽ സിനിമ ചെയ്ത് ആൾക്കാരുടെ കയ്യടി മേടിച്ചിട്ട് അയാളുടെ പടം ഇറങ്ങുമ്പോഴത്തേനും എല്ലാവരും കൈയടിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അയാൾ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഇവന്റെ പടം പ്രശ്നമാണ്, വിഷയമാണ്. ഇവന്റെ പടത്തിൽ അത് കട്ട് ചെയ്യണം. ഇതിനു മുമ്പ് ഒന്നും നമ്മുടെ സിമ്പിൾസ് ഉപയോഗിച്ചിട്ടേ ഇല്ല, ഫ്രഷ് ആയിട്ടായിരുന്നു ഇതിനു മുമ്പ് എല്ലാ പടങ്ങളും സെൻസർ ബോർഡ് കുത്തി നോക്കിക്കൊണ്ടിരുന്നത്. അവർക്ക് വേണ്ട നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, ഇത് രാഷ്ട്രീയപരമായ മുതലെടുപ്പാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അയാൾ അവിടെ ജയിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക, മണ്ടത്തരം കാണിക്കാതിരിക്കുക. നമ്മുടെ എതിരാളിയെ അങ്ങനെയല്ല അടിച്ചിടേണ്ടത്. എതിരാളിയെ നേർക്കുനേർ നിന്ന് നിന്റെയൊക്കെ കഴിവുകൊണ്ട് അടിച്ചിടണം, അല്ലാതെ അവനെ പോയി പുറകിൽ നിന്ന് വെട്ടി അല്ല അടിച്ചിടേണ്ടതെന്ന് മനസ്സിലാക്കുക. ഏതായാലും ഈ പടം പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അപ്പോ അടുത്തൊരു ഹോളിഡേ ആയിട്ട് ആക്കി മാറ്റുന്ന വിജയുടെ പടം തമിഴ്നാട്ടിൽ അറിയാലോ, ഒരു കോളുകളൊക്കെ സൃഷ്ടിക്കാൻ പോകുന്ന സാധനമാണ്. അപ്പൊ ഇവിടെയും അതേ കോളുകളൊക്കെ സൃഷ്ടിക്കണമെങ്കിൽ നിങ്ങൾ ചില സമയം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു